ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും മോശമായ കാര്യമായിരിക്കും. നിങ്ങൾ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. മുടിയനായ പുത്രൻ കരുതി അവൻ എന്താണ് വേണ്ടതെന്ന് അറിയാമെന്ന്. എനിക്ക് സ്വത്തിൽ എൻ്റെ അവകാശം വേണം, ഞാൻ പുറത്തു പോയി സ്വന്തമായിട്ട് എല്ലാം ചെയ്യും, സ്വന്തമായി ജീവിതം നയിക്കും. അവൻ ആവശ്യപ്പെട്ടത് പിതാവ് കൊടുത്തതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. തർക്കിക്കാൻ നിന്നില്ല, അവൻ ആവശ്യപ്പെട്ടത് കൊടുത്തു. മകൻ പണം തൂർത്തടിച്ച് ജീവിതം കുഴപ്പത്തിലാക്കും, അത് അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷെ ചോദിച്ചത് കൊടുത്തു. കാരണം ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവിവാഹിതരായ ചിലർക്ക് വിവാഹം കഴിക്കാൻ ഉത്കണ്ഠയുണ്ടാവും. നിങ്ങൾ തെറ്റായ വ്യക്തിയെ വിവാഹം കഴിച്ചെന്ന് വരാം. പ്രിയമുള്ളവരെ, ഇതുവരെ ദുരിതമില്ലായിരുന്നല്ലോ. ഏകരായിരിക്കുന്നത് മോശമാണെന്ന് നിങ്ങൾ കരുതും. ഓ, അതത്ര മോശമല്ല. തെറ്റായ വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് മോശമാണോ? അതെ, അതാണ് മോശം. അതിനാൽ ഞാൻ ഇന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ? അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമോ? ദൈവത്തിന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാനാവും എന്നതിന് ദൈവത്തെ നാം തേടുന്നില്ലെന്നത് നാം അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം ആരാണോ അങ്ങനെ നാം അവനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് കിട്ടുമോ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം ഭയമുണ്ട്? അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനാവുമോ? എങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമാവാനാവുമോ? നിങ്ങൾക്ക് അപ്പോഴും യഥാർത്ഥ ക്രിസ്ത്യാനിയാവാൻ കഴിയുമോ? ദൈവം നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും, നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവത്തെ അത്രത്തോളം സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നമുക്കത് ചെയ്യാനാവുമോ? ആമേൻ. ശരി. രണ്ടാമതായി പലരും കൈകാര്യം ചെയ്യുന്ന ഭയം തോൽവിയെക്കുറിച്ചുള്ള ഭയമാണെന്ന് തോന്നുന്നു. അത് ശരിക്കും തികവില്ലായ്മയുടെ ഭയമാണ്. എല്ലാം തികഞ്ഞ വ്യക്തിത്വമുള്ള ജനങ്ങൾക്ക് ഇത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ഒരു പരിധിവരെ നമുക്കെല്ലാവർക്കും അതുകൊണ്ട് പ്രശ്നമുണ്ട്. അതിനാൽ പലതരത്തിലുള്ള കാരണങ്ങളാൽ തോൽവിയെക്കുറിച്ച് നമ്മൾ വികൃതമായി ചിന്തിക്കുന്നു. എന്നാൽ തോൽവി ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ വിജയത്തിന്റെ വഴിയിൽ തോൽക്കുന്നു. ആദ്യമായി ശ്രമിക്കുന്നത് നിർത്തുന്നത് വരെ ആരും തോൽവിയല്ല. അത് മാത്രമാണ് നാം തോൽവിയാണെന്ന ലേബൽ കുത്തുന്നത്. നിങ്ങൾ മുന്നോട്ട് പോയി എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കുന്നിടത്തോളം നീതിമാൻ 7 പ്രാവശ്യം വീണ് വീണ്ടും എഴുന്നേൽക്കും. നിങ്ങൾക്ക് എന്നെ താഴെ തള്ളിയിടാം, പക്ഷെ പുറത്തേക്ക് തള്ളാൻ കഴിയില്ല. ആമേൻ. എനിക്ക് മറ്റൊരു സാക്ഷ്യവുമില്ലെങ്കിലും ഈ സാക്ഷ്യമുണ്ട്, ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട്. ആമേൻ. തോൽവി എന്നാൽ നിങ്ങൾ പുറകോട്ട് പോകുന്നു എന്നർത്ഥമല്ല. ചിലപ്പോൾ നമ്മുടെ വിജയങ്ങളെക്കാൾ കൂടുതലായി നാം തോൽവികളെക്കുറിച്ചാണ് കൂടുതൽ പഠിക്കുക. അതിൽ നിന്ന് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തോൽവി പോലും ഒരിക്കലും തോൽവിയാവുകയില്ല. വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കരുത്. മത്തായി 14 യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഉദാഹരണമുണ്ട്. പടകിൽ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരാൾക്ക് മാത്രമേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എത്രയും പെട്ടെന്ന് അയാളും ഭയപ്പെട്ട് മുങ്ങിത്താഴാൻ തുടങ്ങി. യേശു ആ 12 പേരെയും ഒരു വശത്തേക്ക് വിളിച്ച് ഇങ്ങനെ പറഞ്ഞില്ല, എനിക്ക് നിങ്ങളോടൊത്ത് പ്രവർത്തിക്കാനാവില്ല, നിങ്ങൾ വെറും ഭീരുക്കളാണെന്ന്. അവൻ നമ്മോടൊത്ത് പ്രവർത്തിക്കുന്നതിന് നന്ദി. അവൻ നമ്മോടൊത്ത് പ്രവർത്തിക്കുന്നു, നമ്മോടൊത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാലും എനിക്കിതാണ് പറയാനുള്ളത്. അതിനുള്ള ഒരു കാരണം ഇതാണെന്ന്. പത്രോസിന് വ്യക്തിത്വത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയിൽ ഒന്ന് ഭയമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന് പത്രോസിനെ അത്ഭുതകരമായ വഴിയിൽ ഉപയോഗിക്കാനായത് എന്നെനിക്ക് തോന്നുന്നു. പത്രോസ് യേശുവിനെ ശാസിച്ചെന്നും 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞെന്നും പറയുന്നുണ്ട്. എന്നിട്ടും അയാൾ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായി എന്നതും അത്ഭുതകരം തന്നെ ആണ്. എനിക്ക് തോന്നുന്നു ദൈവത്തിന് പത്രോസിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ഒരു കാരണം പത്രോസിന് മനസ്സിൽ ഭയമുണ്ടായിട്ടും അയാൾ പടകിൽ നിന്ന് താഴെ ഇറങ്ങി എന്നുള്ളതാണ്. ചിലർ അതുപോലും ചെയ്യുകയില്ല. അവരൊന്നും ചെയ്യാൻ ശ്രമിക്കുകയേയില്ല. അവർ തോറ്റുപോകുമോ എന്ന് വളരെ ഭയപ്പെടുന്നു. അതിനാൽ അവർ ശ്രമിക്കുക പോലുമില്ല. ജനങ്ങൾ മുഷിപ്പൻ ജീവിത രീതികളും മുഷിപ്പൻ ജോലികളും അതേ പഴയ സുഹൃത്തുക്കളിലും തുടർന്നുകൊണ്ടേയിരിക്കും.
പഴയത് 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 തന്നെ. എൻ്റെ ദൈവമേ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പുതിയതെന്തെങ്കിലും വേണം. നാം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം പഴയത് ആവർത്തിക്കുന്നതാണ് സുരക്ഷ എന്ന് കരുതുന്നു. എന്നാലും നമ്മുടെ ഒരു ഭാഗത്തിന് അത് വെറുപ്പാണ്. നിങ്ങളുടെ ഒരു ഭാഗം പടകിൽ നിന്ന് പുറത്തിറങ്ങാൻ കരയുന്നു. പക്ഷെ സാത്താൻ പറയും, നീ മുങ്ങിത്താണ് പോയാലോ. അത് ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ തന്നെ ഇരിക്കുന്നതാണ്. ഒരിക്കലും മാറാത്തതിനേക്കാൾ ഭീകരമായത് ഒന്നും തന്നെയില്ല. ആമേൻ. തോൽവിയെക്കുറിച്ച് ഭയപ്പെടരുത്. ഭയത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ കാര്യം, നാം വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു സർവേ നടത്തി. ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എങ്ങനെയുള്ള ഉപദേശമാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നറിയാനായിരുന്നു അത്. ഏറ്റവും മികച്ച ഉത്തരം എന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയണമോ? അതിനെക്കുറിച്ച് ഞാൻ പറയാം. നാം ദൈവത്തിന് എപ്പോഴാണ് വേണ്ടത്ര പ്രവർത്തിക്കുന്നത് എന്നറിയണം. നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും ഈ ചെറിയ വാക്യം കറങ്ങിയിട്ടുണ്ടോ? ദൈവമേ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യണം, ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? ദൈവം നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാമോ? വിശ്വാസം എന്നത് തികച്ചും മന്ദമായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുന്നത് ഒരു ഉത്സാഹമുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾ ആത്മീകമായി ഉത്സാഹമുള്ളവരാണ്, അല്ലാതെ ജഡത്തിൽ ഓടി നടന്ന് എല്ലാറ്റിലും കുഴപ്പമുണ്ടാക്കുകയല്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവമില്ല. ജഡത്തിലാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവത്തിന് മാത്രം ചെയ്യാനാവുന്നത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അവൻ പുറകോട്ട് മാറി നിന്ന് നിങ്ങൾ ഒടുവിൽ അത് ശരിയായി ചെയ്യുന്നത് വരെ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുന്നു. എനിക്കിത് ചെയ്യാൻ വയ്യ. നമ്മൾ ദൈവത്തിങ്കൽ ചെല്ലും. നമ്മൾ തമാശക്കാരാണ്. ഓ ദൈവമേ, എനിക്കിത് ചെയ്യാനാവില്ല. അവൻ അറിയാത്ത ഒരു കാര്യം നാം ചെയ്യുന്നത് പോലെ അവനത് 5 കോടി പ്രാവശ്യം നമ്മോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവമേ, ഒന്ന് പറയൂ. ഞാൻ എല്ലാം ചെയ്തു, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ദൈവമേ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ഭ്രാന്ത് കാണിക്കുകയല്ലേ? ഒരിക്കൽ എനിക്ക് കലിയിളകിയ അവസ്ഥയിലായിരുന്നു ഞാൻ തറയിൽ നാടകീയമായി വീണു. എന്നിട്ട് പറഞ്ഞു, മതി ദൈവമേ, ഞാൻ വിട്ടുകളയുന്നു, ഞാൻ വിട്ടുകളയുകയാണ്. പരിശുദ്ധാത്മാവ് തിരിച്ച് എന്നോട് എന്താണെന്ന് ചോദിച്ചതെന്നോ? അതെയോ? ഞാനിത് കേട്ടപ്പോൾ കരുതി നീ ആവേശത്തോടെയാണ് വിടുമെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതാണ് കടന്നു വന്നത്, അപ്പോൾ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാനാവൂ. ചില സമയങ്ങളിൽ കൂടുതൽ ആവേശപ്പെടുമ്പോൾ നിങ്ങൾ ജഡിക പ്രവർത്തനങ്ങൾ താഴേക്കിടും. ഞാൻ കഠിനമായി അധ്വാനിച്ചിരുന്നു. ഡേവിനെ മാറ്റാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിച്ചു, എന്നാൽ അദ്ദേഹം മാറിയില്ല. ദൈവം എന്നെ സഹായിച്ചില്ല. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദൈവം എന്നോട് മാറാൻ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നാൽ ഡേവിൻ്റെ നേരെ ദൈവത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതെ, ഞാൻ പറയുന്നത് അനുഭവമുള്ളവരുണ്ടോ? ദൈവമേ, ഞാൻ ആ നാളുകൾ ഓർക്കുന്നു. നിങ്ങളിൽ ചിലർ അങ്ങനെയുള്ള നാളുകളിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ മൂത്ത മകൻ ഡേവിഡ് എന്നെ പോലെയാണ്. ഒരേ മുറിയിൽ 2 സെക്കൻഡ്സ് ഒന്നിച്ചിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. എനിക്കിത് മനസ്സിലായിരുന്നില്ല. കാരണം അവൻ എന്നെ പോലെ ആയതുകൊണ്ടാണ് എനിക്ക് അവനുമായി പൊരുത്തപ്പെടാനാവാത്തത്. കാരണം ഞാനന്ന് എത്രയോ പുറകിലായിരുന്നു. എനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ അവനെ ഇഷ്ടപ്പെടും? അവൻ എന്നെ പോലെയല്ലേ? ഹലോ, ഞാൻ ആരോടോ പറയുകയാണ്. ഇതേ അനുഭവമുള്ളവർ ഇവിടെ ഉണ്ടോ? അന്ന് എനിക്കുണ്ടായിരുന്ന അസ്വസ്ഥതയെക്കുറിച്ച് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. ഞാൻ ഡേവിനെ മാറ്റാൻ ശ്രമിച്ചു, എന്നെ മാറ്റാൻ ശ്രമിച്ചു, എൻ്റെ അയൽക്കാരെയും ഞാൻ വിട്ടില്ല. സമയം കിട്ടുമ്പോഴൊക്കെ അവരെയും മാറ്റാൻ ശ്രമിച്ചു.
അതെ, ആരൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ദൈവം അത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കില്ല. കാരണം നിങ്ങളിൽ പ്രവർത്തിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ചിലരെ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഉരക്കടലാസുകളായിട്ടാണ്. അതിനെക്കുറിച്ച് ഈ ആഴ്ചയിൽ മറ്റൊരു സന്ദേശത്തിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാമെന്ന് കരുതി മാറ്റിവെക്കാം. എല്ലാം എണ്ണുന്ന സ്വഭാവമാണ് നമുക്ക്. മാറ്റിവെക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ എത്ര കാലം പ്രാർത്ഥിച്ചു, ഞാൻ എത്ര വായിച്ചു, ഞാൻ വേണ്ടത്ര ചെയ്തോ. പാസ്റ്റർ ഇന്ന് എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രിയിലെ ജനക്കൂട്ടം എന്നെ സന്തോഷിപ്പിച്ചോ എന്ന്. ഞാൻ പറഞ്ഞു, അതെന്നോ ഞാൻ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. പണ്ട് ഞാൻ മീറ്റിങ്ങിന് വരുന്നവരെ എണ്ണി നോക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നോ? കാരണം എത്ര പേർ പങ്കെടുത്തു എന്നതിലായിരുന്നു എൻ്റെ വിജയത്തെ ഞാൻ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. മീറ്റിങ്ങിന് ഒരു 75 പേരെങ്കിലും പങ്കെടുത്താലേ അതൊരു വൻപിച്ച വിജയമായി ഞാൻ കണക്കാക്കുമായിരുന്നുള്ളൂ. ഞാൻ പറയുന്നത് എന്താണെന്നോ, നമ്മൾ അതിൽ കാര്യങ്ങൾ അളന്നാൽ ഒരിക്കലും ഒന്നും മതിയാവില്ല. കാരണം ആ സിസ്റ്റത്തിൽ തുടരുന്നിടത്തോളം സാത്താൻ തോളിൽ കയറിയിരുന്ന് പറയും, ഇത് കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല എന്ന്. നിങ്ങളിൽ ചിലർക്ക് ഇനിയും സംതൃപ്തരാവാൻ സാധിക്കുന്നില്ലെന്ന ചിന്ത ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ സാമ്പത്തിക വിജയം കൈവരിക്കാനാകുമായിരുന്നു. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിന്തിച്ചതിനേക്കാൾ വലിയ വീട് നിങ്ങൾക്കുണ്ടായിരിക്കുന്നു. അമ്മൂമ്മയെക്കാളും അപ്പൂപ്പനേക്കാളും മുതുമുത്തച്ഛന്മാരെക്കാളും വലിയൊരു വീട് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ വലിയൊരെണ്ണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ തെറ്റായ ഭാഗത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കാം. ഇപ്പോൾ ഇത്രയും സ്ഥലം വൃത്തിയാക്കണമല്ലോ എന്ന് കരുതി നിങ്ങൾ മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ അളവെടുത്ത് അതിനനുസരിച്ച് വിജയം കണക്കിടുകയാണെങ്കിൽ ഇത് മിനിസ്ട്രീസിലും സംഭവിക്കുന്നു. പുരോഹിതന്മാർ ആരുടെ പള്ളിയാണ് വലുത് എന്ന കാര്യത്തിൽ മത്സരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കാനായി സെന്റ് ലൂയിസിലെ ഇന്നർ സിറ്റിയിലേക്ക് മാറിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും കുറഞ്ഞ അയൽവാസികളെയായിരുന്നു. മറ്റ് സഭകൾ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയാം. ഞങ്ങളുടെ ജനങ്ങളെ മോഷ്ടിക്കാൻ ഇതുപോലെ വലിയ മിനിസ്ട്രീസ് വരുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അതാണ് സഭ. പാപികളെ കുറിച്ച് നമ്മൾ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും വലിയ പ്രശ്നത്തിലാണ്. പാവികളുടെ സ്ഥിതി എന്താവും? ഞാൻ എത്ര നേരം പ്രാർത്ഥിച്ചു എന്ന് എണ്ണിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഓർമ്മ വരുന്നു. ഒരിക്കലൊരു മധ്യസ്ഥ പള്ളിയിൽ വന്നു. ദിവസവും 5 മുതൽ 9 വരെ 4 മണിക്കൂർ പ്രാർത്ഥിക്കാറുണ്ട് എന്നവർ പറഞ്ഞു. ശരിക്കും ദൈവശക്തി അവരുടെ ജീവിതത്തിൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് ചെയ്യാൻ പോകുന്നു എന്ന് തീരുമാനിച്ചു. ഞാനും അത് ചെയ്യും. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ച് അത് ചെയ്താൽ അവർക്കുള്ളതെല്ലാം നമുക്കും ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. അതിലൊരു സത്യമുണ്ട്. ഏലിയാവിൻ്റെയും എലീശയുടെയും തത്വം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിൻ്റെ മഹാപുരുഷനും സ്ത്രീയും ആവണമെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കരുത്. നിങ്ങളൊരു പോസിറ്റീവ് വ്യക്തിയാണെങ്കിൽ നെഗറ്റീവ് ജനങ്ങളുടെ കൂടെ കൂടിക്കൊണ്ടിരിക്കരുത്. ചുറ്റുമുള്ള ജനങ്ങൾ നിങ്ങളെ സ്വാധീനിക്കും. പക്ഷേ ദൈവം ഒരാളെ ഒരു കാര്യത്തിൽ അഭിഷേകിച്ചാൽ അവൻ നിങ്ങളെയും അങ്ങനെ അഭിഷേകിക്കുമെന്നില്ല. എൻ്റെ മകൾക്ക് 50 പൗണ്ട് ഭാരം കുറഞ്ഞു. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ത്രീക്ക് 60 പൗണ്ടോളം കുറഞ്ഞു. അത് ആരെങ്കിലും കേട്ട ഉടനെ ആദ്യം അവർ ചോദിക്കുന്നത് ഇതാണ്: നിങ്ങൾ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തു? ദൈവത്തിങ്കിലേക്ക് ചെന്ന് സ്വന്തം പ്ലാൻ നടപ്പാക്കണമെന്ന് ജനങ്ങൾ അറിയുന്നില്ല. ആ മധ്യസ്ഥയ്ക്ക് ദിവസവും 4 മണിക്കൂർ പ്രാർത്ഥിക്കാൻ അഭിഷേകമുണ്ടായി. എനിക്കില്ല. പക്ഷെ ഞാനതിന് പരിശ്രമിച്ചു. ഞാൻ ക്ലോക്ക് എടുത്തു, എൻ്റെ മുറിയിൽ കയറി ബൈബിൾ എടുത്തു. എൻ്റെ വീട്ടിലുള്ളവരോട് ഞാൻ ആഹ്വാനം ചെയ്തു, ഇന്നു മുതൽ രാവിലെ തോറും 5 മുതൽ 9 മണി വരെ ഞാൻ പ്രാർത്ഥനാ മുറിയിലായിരിക്കും. പുറകിൽ ചിറക് മുളയ്ക്കാനുള്ള ആരംഭം കുറിച്ചു എന്നെനിക്ക് തോന്നി. ഞാൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. എനിക്കറിയാവുന്നതെല്ലാം, മനസ്സിലുള്ളതെല്ലാം 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ എനിക്ക് വിശുദ്ധ ഉറക്കം വന്നു. വിശുദ്ധ ഉറക്കം എന്നാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ അകത്ത് കയറി ഉറങ്ങുകയായിരുന്നെന്ന് വീട്ടുകാരോട് പറയാൻ ഇഷ്ടമല്ലായിരുന്നു.
ഞാൻ അത് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചില്ല. 1 വർഷം കൊണ്ട് ബൈബിൾ വായിക്കാൻ നോക്കിയപ്പോഴും അതേ അനുഭവമാണ് ഉണ്ടായത്. അത് വളരെ വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ഞാനൊരു ഉപദേശിയാണ്. ഞാൻ എന്തെങ്കിലും വായിക്കാൻ തുടങ്ങും, അടുത്ത് തന്നെ ബൈബിൾ മുഴുവനും ഞാൻ എല്ലായിടവും തേടാൻ ആരംഭിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പത്തി പുസ്തകം തുടങ്ങാൻ തന്നെ എനിക്ക് വളരെയധികം പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നിട്ട് ലേവ്യ എത്തുമ്പോഴേക്ക് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടെന്നറിയാം. എനിക്ക് പലതും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ദൈവത്തിന് എന്നെ അറിയാം. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നവനറിയാം. ഞാൻ ചപലമായി സംസാരിക്കുകയല്ല. ഒരു പ്ലാൻ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഇതാണ്: ആരുടെയെങ്കിലും പ്ലാൻ കണ്ടിട്ട് അതുപോലെ നിങ്ങളും പ്ലാൻ ചെയ്യാൻ ആരംഭിക്കുകയാണെങ്കിൽ അവർക്കുള്ളത് നിങ്ങൾക്കുണ്ടാവുമെന്നും അവരെ പോലെ ആവാമെന്നും കരുതിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്ലാൻ മാത്രമേ അവൻ നടപ്പിലാക്കൂ. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമ്മൾ ധാരാളം ഫോർമുലകൾ പിന്തുടരുന്നുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക്. ആമേൻ. എല്ലാം എണ്ണുന്നത് മതിയാക്കൂ. ഞാൻ എത്ര ഉയർന്നിട്ടുണ്ട്, ഞാൻ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. തനിക്ക് എത്ര ഇസ്രായേൽ സൈനികർ ഉണ്ടെന്ന് ദാവീദ് എണ്ണി നോക്കി. കാരണം അടുത്ത യുദ്ധത്തിന് പോകുമ്പോൾ തൻ്റെ ബലമറിയാൻ അവൻ ആഗ്രഹിച്ചു. ദൈവം ഒരു പകർച്ചവ്യാധി കൊണ്ടുവന്നു. ദൈവത്തിന് നീരസമുണ്ടായി. കാരണം യുദ്ധം ജയിക്കാൻ എത്ര സൈനികരെ വേണ്ടിവരും എന്നവൻ എണ്ണി നോക്കി. നിനക്കുള്ളവർ മതി, ഞാനുണ്ടല്ലോ കൂടെ എന്നവൻ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. നിങ്ങൾക്കുള്ളത് മതി എന്ന് നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം അവനുണ്ടല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ മറ്റൊരാളെ പോലെ ആവേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നിങ്ങളും പ്രവർത്തിക്കേണ്ടതില്ല. നിങ്ങൾ വ്യത്യസ്തരാണ്. ദൈവം നിങ്ങൾ ആവണം എന്നാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ കുറിച്ചുള്ള ഭയമാണ് നമ്മുടെ മറ്റൊരു വലിയ ഭയം. എൻ്റെ ദൈവമേ, ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നാം എന്തുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അടിമകളാവണം? നമ്മൾ വ്യത്യസ്തമായി മുടിവെട്ടും. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ എന്ത് പറയുമെന്നാണ് നമുക്കറിയേണ്ടത്. എന്നാൽ അവരിങ്ങനെയാലോ, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നറിയാമോ? ഇത് വ്യത്യസ്തമായിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5:29 പറയുന്നു, നാം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കണമെന്ന്. പൗലോസ് ഗലാത്യർ 1:10 പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാകുമായിരുന്നില്ല എന്ന്. വാവ് വാവ് ഡബിൾ വാവ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ ജനങ്ങളുടെ മുന്നിൽ പ്രശസ്തയാവണമെന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്കത് വളരെ ആവശ്യമായിരുന്നു. ദൈവം ഇത് ചെയ്യാനായി എന്നെ വിളിച്ച ആ ദിവസങ്ങളിൽ പ്രശസ്തിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ എൻ്റെ ജീവിതത്തിലെ വിളിയിൽ നിന്ന് വഴിമാറിപ്പോയി ജനങ്ങളുടെ മധ്യേ പ്രശസ്തി നേടണം എന്ന് തിരഞ്ഞെടുക്കാമായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. സാത്താൻ ജനങ്ങളുടെ വിധിയെ മോഷ്ടിക്കും. കാരണം അവർക്കെല്ലാവരുടെയും അംഗീകാരം വേണം. ദൈവം ചിലരെ പടകിൽ നിന്നിറങ്ങാൻ വിളിക്കും. എന്നിട്ട് അവരാണ് ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടി വരിക. ആമേൻ. നമുക്കിനി യോഹന്നാൻ 12:42-43 നോക്കാം. ഇത് സ്ക്രീനിൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ചില മനുഷ്യർ ദൈവത്തോടൊത്തു പോകുന്നില്ല. അവർ ദൈവത്തോട് താഴെയുള്ള പരിധിയിലേക്ക് പോകുന്നില്ല. ജീവിതകാലം മുഴുവൻ അവർ ദേവാലയം കളിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരിക്കലും ദൈവത്തോട് ഉടമ്പടി ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു സത്യക്രിസ്ത്യാനിയാവുമ്പോൾ സുഹൃത്തുക്കൾക്ക് ഒരു ക്രിസ്ത്യാനിയുമായി കൂട്ടുകൂടാൻ ഇഷ്ടമല്ല. അവർ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. നീ ഞങ്ങളെക്കാൾ പരിശുദ്ധവാനാണെന്നാണോ ഭാവം? നീ ഞങ്ങളെക്കാൾ ഉത്തമനാണോ? എൻ്റെ ഒരു കൂട്ടം കൂട്ടുകാരികൾ ഇത് ചെയ്യാനായി ദൈവം എന്നെ വിളിച്ച സമയത്ത് അന്ന് ഞാൻ വീട്ടിലിരുന്ന് വചനം വായിച്ച് പഠിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ആത്മീയതയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ദൈവത്തെ അന്വേഷിച്ച് ചിലതൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവരിൽ പലർക്കും എന്നോടുള്ള സ്നേഹം നഷ്ടമായി. ഞാൻ മുൻപ് ചെയ്ത ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലാതായി. എൻ്റെ ജീവിതത്തിലെ വിളി ന്യായമായിരുന്നു. എൻ്റെ ചില കൂട്ടുകാരികൾ വളരെ ഗൗരവത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഓർക്കുന്നു, ജോയ്സ്, നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് വിഷമമുണ്ട്.
നിനക്കൊരല്പം ആത്മീയത കൂടിപ്പോകുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അവരെല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നു. അവർക്ക് എൻ്റെ കാര്യത്തിൽ ചിന്തയുണ്ടായിരുന്നു. കാരണം ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞതെന്ന് തോന്നിയത് ഞാൻ ചെയ്യാൻ നോക്കി. ഞങ്ങൾക്ക് കൂട്ടുകാരെ നഷ്ടമായി. അതുപോലെ തന്നെ ബന്ധുക്കൾ ഞങ്ങളെ തള്ളി അകറ്റി. നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അതെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അവർ ഇഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, നമുക്ക് 42-ാം വചനം നോക്കാം. യോഹന്നാൻ 12:42. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അധികാരവും മഹിമയും ഉള്ളവരെ കുറിച്ചാണിത് പറയുന്നത്. അനേകർ അവനെ വിശ്വസിച്ചു. എന്നാൽ പള്ളി ഭ്രഷ്ടർ ആകാതിരിപ്പാനായി പരീശന്മാർ നിമിത്തം അത് ഏറ്റു പറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തിലും പ്രശസ്തിയിലും അധികം സ്നേഹിക്കുകയുണ്ടായി. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ എല്ലാ മഹത്വവും ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചു. ഇത് അത്ഭുതമായി തോന്നുന്നില്ലേ? യേശുവിനെ സ്നേഹിച്ച് അവനിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ തങ്ങളുടെ പ്രശസ്തിക്കുള്ള ആഗ്രഹത്താൽ ദൈവത്തിൽ നിന്ന് തിരിഞ്ഞ് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ജനങ്ങളെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ ഭരിക്കാനും നിയന്ത്രിക്കാനും അനുവദിച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഞാൻ ഇന്നലെ രാത്രി പറയാനുള്ള സന്ദേശം മുഴുവനും ഇപ്പോഴാണ് തീർന്നത്. രാവിലത്തെ സന്ദേശം നാം ഇനിയും തൊട്ടു നോക്കിയിട്ടില്ല. പക്ഷേ വിഷമിക്കേണ്ട, ഇനി എനിക്ക് 7 മിനിറ്റും കൂടിയേ സമയമുള്ളൂ. ഇല്ലായ്മയെക്കുറിച്ചുള്ള ഭയമുണ്ട്, ഏകാന്തതയെക്കുറിച്ചുള്ള ഭയം, തിരസ്കാരത്തിൻ്റെ ഭയം, കൈവിടുമോ എന്ന ഭയം, മരണഭയം, തെറ്റ് ചെയ്തോ എന്നുള്ള ഭയം. ഇങ്ങനെ പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാനുള്ളത്? എനിക്ക് തെറ്റി. നമുക്കത് പറയാൻ ശ്രമിക്കാം. പറയൂ, എനിക്ക് തെറ്റിപ്പോയി. വെറുതെ പെറുപെറുക്കാതെ പറയൂ, എനിക്ക് തെറ്റ് പറ്റി. നേരായവർ എന്നത് ഉയർന്ന നിലവാരം പുലർത്തും. നേരായവരാവാൻ നാം കാണിക്കുന്ന ഗോഷ്ഠികൾ അത്ഭുതമാണ്. നാം അതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നറിയാമോ? ശരിയായ നീതിയെക്കുറിച്ച് അറിയുന്നവർ ആ അസംബന്ധം ചെയ്യേണ്ടതില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ നേരസ്ഥത അറിയിക്കണമെന്നില്ല. കാരണം ദൈവവുമായി നിങ്ങൾ നേരാണെന്ന് അറിഞ്ഞിരിക്കുന്നു. നേരസ്ഥരാണെന്ന് നിങ്ങൾ തെളിയിക്കപ്പെടണമെന്ന് തോന്നിയാൽ ദൈവമാണ് നിങ്ങളുടെ ന്യായാധിപതി. അവനത് ചെയ്തുകൊള്ളും. ബുദ്ധിമുട്ടുകളെയും പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും കുറിച്ചുള്ള ഭയമോ? യോഹന്നാൻ 4 എനിക്കിഷ്ടമാണ്. യേശു പടകിൽ ശിഷ്യന്മാരോട് തിരിക്കുമ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം, നമുക്കക്കരയ്ക്ക് പോകാം. ഇപ്പോൾ അവരെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് യേശു പറഞ്ഞു. നമുക്ക് അക്കരയ്ക്ക് പോകാം. ദൈവം നിങ്ങളുടെ ഭാവിക്കായി ഏതോ ദിശയിലേക്ക് പോകാൻ പറയുന്നുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് എന്താണുള്ളത്? കൊടുങ്കാറ്റായിരിക്കാം. കാരണം അടുത്തതായി അവർക്ക് നേരിടേണ്ടി വന്നത് കാറ്റിനെയും കോളിനെയുമായിരുന്നു. അവർ കൊടുങ്കാറ്റ് മാത്രമല്ല നേരിട്ടത്, യേശു പടകിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഇത് നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നില്ലേ? ശരി, നമ്മൾ അക്കരയ്ക്ക് പോകുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ കൊടുങ്കാറ്റ് നമ്മെ കൊല്ലുന്നു. അവർ യേശുവിനെ എഴുന്നേൽപ്പിക്കാനായി ചെന്നു. കർത്താവേ, ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലേ? അവരുടെ ഭയത്തെ അവൻ ശാസിച്ചു. എന്നിട്ട് അതിനടുത്ത വചനങ്ങൾ പ്രകാരം അവർ അക്കരയ്ക്ക് ചെന്ന് ചേർന്നു. അതുപോലെ തന്നെ ദൈവം നിങ്ങളെയും അക്കരയ്ക്ക് കൊണ്ടുപോകും. ദൈവം ജീവിതത്തിൽ കൊടുത്ത ജോലികൾ ചെയ്യാനാവാത്ത ജനങ്ങളെ തടുത്തു നിർത്തുന്നത് പലതരത്തിലുള്ള ഭയങ്ങളാണ്. എന്നാൽ അത് അങ്ങനെ ആവേണ്ടതില്ല. ഭയപ്പെടുന്നതിന് പകരം ദൈവത്തിൽ ദൃഷ്ടി പതിപ്പിച്ചാൽ ദൈവം നമ്മെ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. അവൻ നമ്മെ സ്നേഹിക്കുന്നു. പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം, ദൈവസ്നേഹം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അല്ലാതെ ഭയം കൊണ്ട് പിൻവാങ്ങുകയല്ല. ജോയ്സ് മേയറുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. joycemeyer.org
നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.